കുറേ പേര് എന്നോട് മെസ്സേജ് ചോദിച്ചു, എങ്ങനെയാണ് വാരണാസിക്ക് വന്നത്, ബൈക്ക് ഓടിച്ചാണോ പോയത്, ഒരു പ്രോപ്പർ ഐറ്റിനറി ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ബൈക്ക് ഓടിച്ചല്ല വാരണാസിക്ക് വന്നത്, ട്രെയിൻ എടുത്താണ് വന്നത്. റിട്ടേൺ നാട്ടിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റ് എടുത്തിട്ട് വരികയാണ് ചെയ്തത്. നമ്മുടെ സ്വന്തം ബൈക്കോ കാറോ എടുത്തിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ല വാരണാസി. ഇതാണ് ഇവിടുത്തെ റോഡിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ തിക്കിയും തിരക്കിയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും വണ്ടി ഓടിച്ചല്ല, ഇങ്ങനെ നിരങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ സ്വന്തം ബൈക്കും കാറും ആയിട്ട് വരുന്നൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിരാവിലെയും അർദ്ധരാത്രിയിലും മാത്രമേ ഇവിടെ തിരക്കൊഴിഞ്ഞ ഒരു സമയം ഉള്ളൂ. ലോക്കലി കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇലക്ട്രിക് ടുക് ടുക്ക് ഉണ്ട്, റാപ്പിഡോ ഉണ്ട്, റിക്ഷാസ് ഉണ്ട്. പലപ്പോഴും ഇവരോടൊക്കെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടി വരും എന്ന് മാത്രം. റാപ്പിഡോ ബുക്ക് ചെയ്യുമ്പോൾ മിക്ക റാപ്പിഡോ ചേട്ടന്മാരും, എസ്പെഷ്യലി നിങ്ങൾ സോളോ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കും, എത്ര ദിവസമായി വന്നിട്ട്, സ്ഥലങ്ങളൊക്കെ കണ്ടോ, ഇനി ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, കൊണ്ടുപോവാം. അവർ പറയുന്ന ആ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്, കൺവീനിയൻ്റ് ആണെങ്കിൽ മാത്രം സമ്മതിക്കാം. ബട്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനത് അത്രയ്ക്ക് എൻകറേജ് ചെയ്യുന്നില്ല. വാരണാസിക്ക് വരുമ്പോൾ ഒരു പക്ക ഐറ്റിനറി ഒന്നും ഉണ്ടാക്കിയിട്ട് വരേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഞാനത് ഗേൾസിനോടാണ് പറയുന്നത്. സോളോ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്, വളരെ സേഫാണ് ഇവിടെ, പേടിക്കാനായിട്ട് ഒന്നുമില്ല. നിങ്ങൾ വരുന്നതിന് മുന്നേ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടുണ്ടാവും, ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടാവും, മെയിൻ സ്ഥലങ്ങൾ ഇന്നതൊക്കെയാണ് വിസിറ്റ് ചെയ്യാനുള്ളത് എന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഓവറോൾ ഐഡിയ മതിയായിരിക്കും. ബാക്കി ഇവിടെ എത്തിയിട്ട് കണ്ടും അറിഞ്ഞും ആളുകളോട് സംസാരിച്ചും മനസ്സിലാക്കിയുമാണ് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണ് വാരണാസിയെ അടുത്തറിയാനായിട്ടും പറ്റുള്ളൂ. മാക്സിമം സോളോ ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ പ്ലാനിങ്സോ കൂടുതൽ ആർഭാടങ്ങളോ ഇല്ലാതെ വളരെ റോ ആയിട്ട് വന്ന് വാരണാസി എക്സ്പീരിയൻസ് ചെയ്യുക.